അല്ലേ? വെളുപ്പിന് 5 മണിക്ക് കട തുറന്നിട്ടുണ്ടെങ്കിൽ ഈ കാണ പോലെ തട്ട് നമ്മുടെ കാലിയായിരിക്കും. മീനൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണം. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ കടയിലോട്ട് ഇന്ന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ചെമ്മീനായിരുന്നു. ഈ ചെമ്മീൻ്റെ പേരാണ് വനാമി ചെമ്മീൻ, അതായത് വളർത്തു ചെമ്മീൻ ഉണ്ടല്ലോ, അതാണിട്ടത്. അപ്പോൾ നമുക്കിന്ന് വന്നപ്പോൾ ചെമ്മീൻ്റെ തൂക്കത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണ ഒരു രംഗമുണ്ടേക്കാണത്. അപ്പോൾ ഈ ചെമ്മീൻ എത്ര കിലോ ഉണ്ടായിരുന്നു, എത്ര കിലോ നമ്മൾ വിറ്റു, അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ച് വന്നപ്പോഴേക്കും ഇതേ അടുത്ത ആൾ കാളാഞ്ചിയുമായിട്ട് വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കായലിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ കൂട് കെട്ടിയിട്ട് വളർത്തി വലുതാക്കി എടുക്കുന്ന കാളാഞ്ചികളാണ്. അപ്പോൾ വന്ന കാളാഞ്ചി നമ്മൾ ആ ചേട്ടൻ്റെ മുൻപിൽ വെച്ച് തന്നെ തൂക്കി എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ദൈവം അടുത്ത ചേട്ടൻ, അതായത് ചീനവിലേക്ക് കിട്ടിയ കുറച്ച് ചെമ്മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇളനാരൻ ചെമ്മീനുണ്ട് ആ ചേട്ടൻ്റെ ആ കൊട്ടയിലുള്ളത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തെള്ളിച്ചെമ്മീൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോഴേക്കും വന്ന കാളാഞ്ചിയിൽ നിന്ന് പലരും വാങ്ങിച്ചുകൊണ്ടും പോകുന്നുണ്ടായിരുന്നു കേട്ടോ, കച്ചവടക്കാരായ ചേച്ചിമാരൊക്കെ. പിന്നെ ആ ചേട്ടൻ്റെ കൊട്ടയിൽ വേറെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഞണ്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് ദേ കണ്ടില്ലേ, അതാണ് തെള്ളിച്ച്. അപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് വളരെ കുറച്ച് ചെമ്മീൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയും അതിന് മുൻപത്തെ ആഴ്ചകളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിരുന്ന അതിൻ്റെ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ആകെ ഏകദേശം ഒരു 10 കിലോ താഴെ ചെമ്മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വില ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപക്കാണ്ടാ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നത്. പിന്നെ അതേ കാളാഞ്ചിക്കാണ് ആവശ്യക്കാരെ ഏറെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ആ ചേച്ചിക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള കാളാഞ്ചി തൂക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 1.5 കിലോ സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചേച്ചി അപ്പോൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് ജീവനോടെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാ ചേച്ചി. പിന്നെ ഇതേ തെള്ളിച്ചെമ്മീൻ 1/2 കിലോ ഒരു ചേട്ടൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ എന്തേ 1/2 കിലോ എടുത്ത് തൂക്കി കൊടുക്കുന്ന ഒരു രംഗമുണ്ട് ഈ കാണുന്നത്. അങ്ങനെ നേരം വെളുത്ത് ഏകദേശം ഒരു 6:30-6:45 സമയമായപ്പോൾ നമ്മളുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു കളർ നോക്കി എന്ത് രസമായിരുന്നു. ഇന്നൊരു പ്രത്യേകത തന്നെ ഉണ്ടായിരുന്നു ഇന്നത്തെ ആകാശത്തിൻ്റെ കളർ. അത് ആരൊക്കെ ഇന്ന് ശ്രദ്ധിച്ചു എന്ന് അറിയില്ല കേട്ടോ. പിന്നെ അതേ അപ്പോഴേക്കും നമ്മുടെ തട്ടൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പൂമീൻ, തിരുത, ചെമ്മീൻ, പിന്നെ കക്ക ഇറച്ചി, കരിമീൻ, കാളാഞ്ചി മുതലായ ഐറ്റങ്ങളെ കൊണ്ട് നമ്മുടെ തട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇതേ ഉണക്കച്ചെമ്മീൻ, 2 ടൈപ്പ് 2 വലിപ്പത്തിലുള്ള ഉണക്കച്ചെമ്മീൻ ഉണ്ട്. അപ്പോഴേക്കും ഇതേ നമ്മുടെ വേറൊരു ചേട്ടൻ്റെ ചീനവലയിൽ കിട്ടിയ 2 വറ്റ കൊണ്ടുവന്നൊക്കെ ഉണ്ടാ. രണ്ടും കൂടി ഏകദേശം ഒരു 1.25 കിലോ തൂക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈസ് വരുന്ന വറ്റ നമ്മൾ 460 രൂപ പിടിച്ചിട്ടോന്ന് ചേട്ടന് വില ഇട്ട് കൊടുത്തിട്ട് 500 രൂപ കണ്ട നമ്മൾ വിറ്റത്. അതും കണ്ടു നിന്ന ഒരു ചേട്ടൻ അപ്പോൾ തന്നെ ആ 2 വറ്റനും കൈയോടെ തന്നെ വാങ്ങിച്ചായിരുന്നുണ്ടാ. അപ്പോൾ അതേ നേരെ കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ ചാക്കോച്ചൻ്റെ കയ്യിലോട്ടാണ്. അതേ കണ്ടില്ലേ, ആ വറ്റനതേ ചാക്കോച്ചൻ്റെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല വറക്കാൻ കണക്കാക്കിയുള്ള നല്ല റൗണ്ട് പീസുകളാക്കിയിട്ട് ചാക്കോച്ചേട്ടൻ മുറിക്കുന്ന ഒരു രംഗമുണ്ട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി വയ്ക്കാം, വറക്കാം, പിന്നെ വറ്റിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മീനുണ്ടോ വറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ പൊതുവെ ഇന്നലത്തേനെ അപേക്ഷിച്ച് ഇന്ന് വളരെ മീനിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു. ചെമ്മീൻ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ നാടൻ മീനിൻ്റെ ലഭ്യത കുറവായിരുന്നു. ചെമ്മീനുണ്ടായിരുന്നു, ഞണ്ടും ഉണ്ടായിരുന്നു. ഞണ്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളുടെ കടയിൽ ഇപ്പോൾ 200 രൂപയുടെ ഞണ്ട് മുതൽ 2500, 2600 രൂപയുടെ ഞണ്ട് വരെ നമ്മുടെ കടയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ ഐറ്റംസൊക്കെ വില കൂടിയ ഐറ്റംസൊക്കെ കയറി പോകുന്നതാണെങ്കിലും നമ്മുടെ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഞണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200, 300, 500, 600 രൂപയുടെ ഞണ്ട് വരെ നമ്മൾ സാധാരണക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോസിലൂടെ കണ്ട നമ്മുടെ ബിജുച്ചേട്ടൻ ദേ ഒരു ഞണ്ടിനെ കൊണ്ടുവന്നേക്കണ്ട. ആ ഒരു ഞണ്ടിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ 1 കിലോ ഉണ്ടായിരുന്നു. കറക്റ്റ് 1 കിലോ ആയിരുന്നു. പക്ഷെ അതുകൂടാണ്ട് ചെറിയ ഞണ്ടുകൾ വേറെയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടാണ്ട് നമ്മുടെ നാടൻ കരിമീൻ കുറച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല വലുപ്പമുള്ള കരിമീനാണ് ഇപ്പോൾ വന്നേക്കണത്. പക്ഷേ ഇന്ന് വളരെ ലഭ്യത കുറവായിരുന്നൊരു ഐറ്റമായിരുന്നു കരിമീൻ. ഈ ചേട്ടൻ കൊണ്ടുവന്നതാണ്. ഏകദേശം ഒരു 5 കിലോ എന്തോ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ന് വന്ന കരിമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കണ്ടുന്ന അപ്പം തന്നെ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ടും പോയിരുന്നു. 5,300. പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ അണ്ണൻ എത്തിയിട്ടുണ്ട് കത്തിക്ക് മുറിച്ച് കൂട്ടാനായിട്ട്. അപ്പോൾ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ് അണ്ണൻ. ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ കടയിൽ തന്നെ വരണതാണ്. ആഴ്ചയിൽ ഇങ്ങനെ വരും.
അപ്പോൾ അതെ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ. അപ്പോൾ എല്ലാവരുമായിട്ടും തമാശയൊക്കെ പറഞ്ഞു നിന്നിട്ട് കത്തിക്ക് മുറിച്ച് കൂട്ടി തരുന്നുണ്ട്. കത്തിയും കത്രിയൊക്കെ മുറിച്ച് കൂട്ടി തരുന്നത് നമ്മുടെ കടയിൽ വന്നിട്ട് മുറിച്ച് കൂട്ടി തരുന്നത് ഈ അണ്ണനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വലിയ ഞണ്ടെടുക്കുമ്പോഴുള്ളൊരു വലിയൊരു പ്രശ്നമാണ് ഇതിൻ്റെ കാലുകൾ തമ്മിൽ മിക്കതിൻ്റെയും വലുപ്പ വ്യത്യാസം ഉണ്ടാകും. ഇത് കയറ്റി പോകുന്നത് ഞണ്ടായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഞണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രണ്ട് കാലുകളും ഒരേപോലെ ഇരിക്കണം. എന്നാലും മാത്രമേ അതിൻ്റേതായ വില അതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ ചൂട് കാരണം കൊണ്ട് ഞണ്ടിൻ്റെയൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. 3000 രൂപ വരെ വിലയുണ്ടായിരുന്ന ഞണ്ടിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2500 2600 അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ മഡ് ക്രാബ്സ് ചത്ത് കഴിഞ്ഞാലായിട്ട് ഡെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറേ ഞണ്ടുകൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ചൂട് കാലത്ത് ഡെഡായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മഡ് ക്രാബ്സിൻ്റെയൊക്കെ ഡിമാൻഡ് ഇത്തിരി കുറവാണ്. മാർക്കറ്റിലെ വാല്യൂ ഇത്തിരി കുറഞ്ഞു തുടങ്ങി. എന്തായാലും ഈ ഒരു മാസം അല്ല ഏപ്രിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അങ്ങോട്ട് മഡ് ക്രാബിൻ്റെ വിലയിൽ നല്ല രീതിക്ക് വ്യത്യാസം വരും. കൂടും കേട്ടോ, ഞാൻ പറഞ്ഞത് കൂടും, ഇനിയും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസത്തേക്ക് നമ്മൾ പിടുത്തക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില കുറഞ്ഞതിൽ. ഇത് ഒന്നിന് കാര്യമുണ്ടോ? നിങ്ങൾ ഈ കാലി, അതായത് ഈ ഞണ്ടിൻ്റെ ഇടതുവശത്തുള്ള കാലി ശ്രദ്ധിച്ചു എന്നറിയില്ല, ചെറിയൊരു വലിപ്പക്കുറവുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2600 രൂപ കിട്ടേണ്ടിയിരുന്നതാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് 1000 രൂപ ഉണ്ടാകും. അതായത് കാലിൽ വ്യത്യാസം വന്നാലുള്ള അവസ്ഥ ഇതാണ്. പെട്ടെന്ന് തന്നെ, അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പം കുറഞ്ഞ കാലിൽ പൂർണ്ണ വളർച്ച എത്താത്തതുകൊണ്ട് തന്നെ മാംസത്തിൻ്റെ അളവ് കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസണായിട്ട് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന എല്ലാ ഞണ്ടുകളും പെൺഞണ്ടും കമ്മട്ടിക്കാലൻ അല്ലെങ്കിൽ ആൺഞണ്ടും ആണ്. അതിൽ പെൺഞണ്ടിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിലോയ്ക്ക് 650, ആൺഞണ്ടിൻ്റെ കിലോയ്ക്ക് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 600 രൂപയുമാണ്. അതായത് പെൺഞണ്ട് 150 ഗ്രാമിന് മേൽപ്പെട്ടുള്ള എല്ലാ ഞണ്ടുകളുടെയും വില 650, ആൺഞണ്ടിൻ്റെ അതായത് 300 ഗ്രാമിന് മേൽപ്പെട്ടുള്ള എല്ലാ ആൺഞണ്ടിൻ്റെ വില 600 ആണ്. അങ്ങനെ നമുക്കിന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രമായിട്ട് ഏകദേശം ഒരു 10-35 കിലോയ്ക്ക് മേലെ ഞണ്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 20 ചില കിലോ പെൺഞണ്ടുകൾ മാത്രമായിരുന്നു. അതായത് അത്രയ്ക്കധികം പെൺഞണ്ടുകളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ വിലയും കൂടുതൽ, വില സത്യം പറഞ്ഞാൽ കുറവാണ്. 1000 രൂപ വരെ പെൺഞണ്ടിന് എത്തിയതായിരുന്നു. എന്നാലും ഇപ്പോഴും വില ഇത്തിരി അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഞണ്ട് അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ട്. പിടുത്തക്കാർക്ക് ഇഷ്ടംപോലെ ഞണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഏകദേശം ഒരു 10-35,000 രൂപയുടെ എക്സ്പോർട്ട് ക്വാളിറ്റി ഞണ്ട് മാത്രം നമ്മുടെ കടയിൽ ഇന്നും ഇന്നലെ വൈകിട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഞണ്ടുകളെല്ലാവരും തിരഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് മാറ്റി എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടുണ്ട്, ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് വീഡിയോ ഡെയിലി ചെയ്യാനായിട്ട് ഒരു പ്രചോദനം. അപ്പോൾ നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഡെയിലി വ്ലോഗ് എന്ന പോലെ നമ്മളുടെ കടയിൽ നടക്കുന്ന ഓരോരോ വിശേഷങ്ങൾ, ഇതേപോലത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഡെയിലി നമ്മളുടെ വീഡിയോസ്, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.